ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോൺ വെജ് പാസ്തയാണ്. ചിക്കൻ ബർഗറും ചിക്കൻ ഫ്രാങ്ക്സും എഗ്ഗ് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 400 ഗ്രാം പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് സവാള, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗാർലിക്കുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നോൺ വെജ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു 4 പീസ് ചിക്കൻ ബർഗറാണ്, പിന്നെ 2 എഗ്, പിന്നെ ഒരു 4 പീസ് ചിക്കൻ ഫ്രാങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് സോൾട്ടും പെപ്പറും ഓയിലും എടുത്തിട്ടുണ്ട്. ഈ പാസ്ത ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ പാസ്ത വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഈ ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി അതിലിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുത്തു. ഈ വെജിറ്റബിൾസ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് നമ്മൾ ഈ പാസ്ത ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ആ വെജിറ്റബിൾസിനെ ഒരു സൈഡിലോട്ട് കൂട്ടിയിട്ട് ഒരു സൈഡിലായിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി അതിനെ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുന്നു. കുറച്ച് സോൾട്ട്. നന്നായി വരുമ്പോൾ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഞാൻ എഗ്ഗ് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. ഇനി ഇതിനെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ആ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും കൂടെ ഞാൻ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഫ്രാങ്ക്സും കൂടെ കട്ട് ചെയ്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ നോക്കുക, ഇതിന് ഉപ്പും ഒരു ചെറിയ കുരുമുളകിൻ്റെ ടേസ്റ്റും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചൊരു പെപ്പർ ചേർത്ത് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ നമ്മുടെ ടേസ്റ്റിൻ്റെ ഒക്കെ അനുസരിച്ചാണ്. ഓരോരുത്തർക്ക് എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കുക. അതനുസരിച്ച് വേണം പെപ്പർ ആഡ് ചെയ്യാൻ. ഇനി ആ ചിക്കൻ ഫ്രാങ്ക്സ് ഒന്ന് കുക്കായി വരട്ടെ. പാസ്ത കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കാം. പാസ്തയൊക്കെ ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് വെള്ളം കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഫ്രാങ്ക്സും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്താൽ
ഞാൻ എടുത്ത് വെച്ചിരുന്ന ബർഗർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ ഷാലോ ഫ്രൈ ആണ്. തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ ആ കുക്ക് ചെയ്തെടുത്ത ബർഗറിനെ ചെറിയ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതും കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഫ്രാങ്ക്സും എഗ്ഗും എല്ലാം കൂടെ വെച്ചിരുന്ന് അതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പം വെജിറ്റബിൾസും ചിക്കൻ ഐറ്റംസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതിനകത്തോട്ട് പാസ്തയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസും ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ആ കെച്ചപ്പും മയണൈസും ഒക്കെ ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മയണൈസും കെച്ചപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാം. കുറച്ച് ഏറെ മയണൈസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഏറെ ഇടാം. ഇതിപ്പം എല്ലാം കറക്റ്റ് പരുവാണ്. ഇനി അതുപോലെ തന്നെ ഉപ്പോ കുരുമുളകോ ഒക്കെ ഇച്ചിരൂടെ സ്പൈസി ആവണമെങ്കിൽ കുരുമുളകൊക്കെ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് വളരെ ടേസ്റ്റി ആയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.